വന്ദനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം എൻ്റെ വിദ്യാലയം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണല്ലോ. എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇത്. വിദ്യാലയം അറിവിനോടൊപ്പം കലാ, കായിക, ശാസ്ത്ര, സാങ്കേതിക വിദ്യകളുടെ സംഗമ സ്ഥലമായ ഇവിടം ജാതി, മത, വർണ്ണ ചിന്തകളില്ലാതെ മനോഹരമായ ഒരു സമൂഹത്തെ എങ്ങനെ ചേർത്ത് പിടിക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇലകളിലും താളിയോലകളിലും പിന്നീട് മാറ്റത്തിന്റെ വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച പേപ്പറിലും അക്ഷരത്തിന്റെ വെളിച്ചം കണ്ട തലമുറയിൽ നിന്നും ബഹുദൂരം സഞ്ചരിച്ച് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അനന്തമായ അറിവുകൾ നമുക്കായി പകരാൻ കഴിവുള്ള ഇന്റർനെറ്റ് സൗകര്യത്തോടു കൂടിയുള്ള കമ്പ്യൂട്ടറിന്റെയും മൊബൈൽ ഫോണിന്റെയും കാലത്താണ്. കാലാനുസൃതമായ ഈ മാറ്റങ്ങൾ ഇപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിലും എത്തിക്കഴിഞ്ഞു. പ്രൊജക്ടറും ലാപ്ടോപ്പും ഉപയോഗിച്ചുള്ള ക്ലാസ് മുറികൾ വിദ്യാർത്ഥികളായ നമുക്കെല്ലാം ലഭ്യമാക്കുകയും ചെയ്യുന്നു. വിരൽത്തുമ്പിൽ വിജ്ഞാന വിസ്മയം തീർക്കുന്ന കാലഘട്ടം. എന്നിട്ടും എന്തേ നാം സാംസ്കാരികമായും മാനസികമായും നല്ലൊരു വ്യക്തിയാവുന്നില്ല എന്നതിൽ നിന്നുമായിരിക്കണം നമ്മുടെ വിദ്യാലയം എങ്ങനെയായിരിക്കണം എന്ന ചിന്താവിഷയം ഉടലെടുത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ഞാൻ പഠിക്കുന്ന എൻ്റെ വിദ്യാലയം എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കുട്ടികൾക്ക് സുരക്ഷിതത്വവും കെട്ടുറപ്പുള്ളതും പഠനത്തിന് അനുയോജ്യമായതുമായ ഒരു നല്ല കെട്ടിടം അതിന് അത്യാവശ്യമാണ്. 2017 നവകേരള മിഷന്റെ ഭാഗമായി ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിലെ ഭൂരിഭാഗം വിദ്യാലയങ്ങളും നല്ല രീതിയിൽ നിർമ്മിക്കപ്പെടുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പ്രശസ്ത ജാപ്പനീസ് പുസ്തകമായ ടോട്ടോ ചാനിലെ ടോമോ വിദ്യാലയത്തെ പോലെ കുട്ടികൾക്കിണങ്ങുന്ന അന്തരീക്ഷത്തോടൊപ്പം അനുഭവേദ്യമായ അറിവും മൂല്യബോധവും നല്ല സംസ്കാരവും പ്രദാനം ചെയ്യാൻ വിദ്യാലയങ്ങൾക്ക് കഴിയണം. ഇത്തരത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിലെല്ലാം ജൈവ വൈവിധ്യ ഉദ്യാനങ്ങളും പച്ചക്കറി തോട്ടങ്ങളും ആവാസ വ്യവസ്ഥകളുമെല്ലാം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർസ് പദ്ധതികൾ പോലെയുള്ളവ ഇതിന് സഹായകമായി. പഠനത്തിൽ കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. റോഡ് നിയമങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഊർജത്തിന്റെ ഫലപ്രദമായ വിനിയോഗം എന്നിവയെല്ലാം നമ്മൾ കുട്ടികൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ടത്ര പ്രായോഗികമാക്കാൻ നമ്മൾ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഇവ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും കുട്ടികളിലേക്ക് വേണ്ടത്ര ആഴ്ന്നിറങ്ങുന്നില്ല എന്നതാണ് നമ്മുടെ സമീപകാല പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങളും മൂല്യങ്ങളും നമ്മുടെ കുഞ്ഞു മനസ്സിൽ കുറച്ചുകൂടി ഇടം പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ വിദ്യാലയം പ്ലാസ്റ്റിക് വിമുക്തമാണെങ്കിലും സോളാർ വൈദ്യുതിയാൽ പ്രവർത്തിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എൻ്റെ വിദ്യാലയത്തിലേക്ക് വേണ്ട ഊർജോൽപാദനം വിദ്യാലയത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല കാലഘട്ടത്തെ കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്നു. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ നല്ല ശിക്ഷണത്തിൽ വളർത്തുവാനും വേണ്ടി വന്നാൽ ശാസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം സമൂഹം എൻ്റെ വിദ്യാലയത്തിന് നൽകണം എന്നൊരു അപേക്ഷ കൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും മാത്രമല്ല, സംശുദ്ധ രാഷ്ട്രീയക്കാരും നല്ല കൃഷിക്കാരും നമ്മുടെ വിദ്യാലയത്തിന്റെ സൃഷ്ടിയാകണം. നിങ്ങൾ മുന്നിൽ കാണുന്നത് 1 വർഷമാണെങ്കിൽ കൃഷി ചെയ്യുക, 10 വർഷമാണെങ്കിൽ ഒരു വൃക്ഷം നടുക. എന്നാൽ ഒരു നൂറ്റാണ്ടാണ് ലക്ഷ്യം